പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ വചനചിന്തയ്ക്കായി 1 ദിനവൃത്താന്തം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം. കീശിന്റെ മകനായ ശൗലിന്റെ നിമിത്തം ദാവീദ് ഒളിച്ചു പാർത്തപ്പോൾ. ശൗൽ നിമിത്തം ദാവീദ് ഒളിച്ചു പാർത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നുവെന്ന് ഈ വചനത്തിലൂടെ ദൈവാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ദാവീദ് കീശിന്റെ മകനായ ശൗൽ നിമിത്തമാണ് ഒളിച്ചു പാർക്കേണ്ടി വന്നത്. ദാവീദ് ഭീരുവായതുകൊണ്ടോ അഭിഷേകമില്ലാത്തത് കൊണ്ടോ അല്ല എങ്കിൽ ആയുധം ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ടോ അല്ല ഒളിച്ചു പാർത്തത്. മറിച്ച് ജീവിതത്തിൽ ചില കാലഘട്ടം നാം ഒളിച്ചു പാർക്കേണ്ടി വരുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത്. ശക്തനായ ഏലിയാവ് തന്റെ ജീവിതത്തിൽ കുറച്ചുനാൾ ഒളിച്ചു പാർത്തു എന്നത് നമുക്ക് തിരുവെഴുത്തിൽ കാണുവാനായിട്ട് കഴിയും. മോശെ മിസ്രൈമിലെ കൊട്ടാരം വിട്ട് 40 വർഷം മിദ്യാനിലെ മരുഭൂമിയിൽ ഒളിച്ചു പാർത്തു. അതുപോലെ തന്നെ പിൻകാലത്ത് സഭയുടെ നെടുന്തൂണായി കർത്താവ് ഉയർത്തിയ പൗലോസും രക്ഷിക്കപ്പെട്ട ഉടനെ അറബിയയിലേക്ക് മാറി കുറച്ചുനാളും മറഞ്ഞിരുന്നു. ഈ ഒളിവിലെ അനുഭവങ്ങളെ നാം തെറ്റിദ്ധരിക്കരുത്. ജീവിതത്തിൽ നാം മറഞ്ഞിരിക്കുന്ന അനുഭവം ഒരു മാറ്റത്തിനു വേണ്ടിയാണ്. അത് നമ്മുടെ സ്വഭാവത്തിന്റെയും വിശ്വാസത്തിന്റെയും മാറ്റുകൂട്ടുവാൻ വേണ്ടിയാണെന്ന് നാം ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മറഞ്ഞിരിക്കേണ്ട സമയത്ത് ആരെല്ലാം നമ്മെ മറന്നാലും നമ്മെ മറക്കാത്ത ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മെ മറക്കാതെ കൂടെയുള്ള ഈ ദൈവം ഈ ഒളിവുകാലത്തിന് ശേഷം നമ്മെ മാറ്റുകൂട്ടി നമ്മെ മഹത്വത്തോടെ പുറത്തു കൊണ്ടുവരുമെന്ന സത്യത്തിൽ നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ഈ വലിയ പ്രത്യാശയോടെ ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നൽകി തന്ന നല്ല വചനചിന്തയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദാവീദിന്റെയും മോശയുടെയും ഏലിയാവിന്റെയും പൗലോസിന്റെയും ജീവിതത്തിൽ സംഭവിച്ചതുപോലെ ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന മറഞ്ഞിരിക്കുന്നതിന്റെയും ഏകാന്തതയുടെയും കാലഘട്ടത്തിൽ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സമയത്തെ ഒരുക്കത്തിന്റെയും മാറ്റത്തിന്റെയും മാറ്റുകൂട്ടലിന്റെയും കാലമായി കാണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ആരെല്ലാം ഞങ്ങളെ മറന്നാലും ഞങ്ങളെ മറക്കാത്ത അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ അറിയുന്നു. കർത്താവെ, ഈ ഒലിവുകാലം പൂർത്തിയാക്കുവാൻ അവിടുത്തെ മഹത്വത്തിനായി ഞങ്ങളെ മാറ്റുകൂട്ടി ഞങ്ങളെ ശക്തമായി പുറത്തു കൊണ്ടുവരണമേന്ന് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഈ വചനം കേട്ട ഓരോ മക്കളെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. അത്ഭുതമാക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.